നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. കൊപ്പ ഡെൽ റേയിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ശരിക്കും ബാഴ്സയ്ക്ക് ഒരു ഷോക്കാണ് കൊടുത്തത്. എന്താണ് സംഭവിച്ചത് എന്ന് കളിക്ക് ശേഷം ഹൻസി ഫ്ലിക്ക് വിശദീകരിക്കുന്നുണ്ട്. ഹൻസി ഫ്ലിക്കും എറിക് ഗാർഷ്യയും ഒക്കെ ആരാധകരോട് പറയുന്നുണ്ട്, റിട്ടേൺ ലെഗിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ സപ്പോർട്ട് നമുക്ക് വേണം, തീർച്ചയായിട്ടും തിരികെ വരാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് അവർ പറയുന്നുണ്ട്. എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇഞ്ചുറീസ് ഉണ്ടായി. റാഫിഞ്ഞ അടക്കമുള്ളവർ പുറത്തിരിക്കേണ്ടി വന്നത് തിരിച്ചടിയാണ്. റാഷ്ഫോർഡും റാഫിഞ്ഞയും ഒക്കെ പുറത്തായത് ഈ കളിയിൽ തിരിച്ചടിയായി എന്നൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് സംഭവിച്ചു. ജോൻ ഗാർഷ്യയുടെ മിസ്റ്റേക്കൊക്കെ സാധാരണഗതിയിൽ നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് കാണാത്തതാണ്. അതുപോലെ അത്ലറ്റിക്കോ ആവട്ടെ വളരെ ക്ലിനിക്കലായിട്ടുള്ള പെർഫോമൻസാണ് നടത്തിയത്. ബാഴ്സ ആവട്ടെ അവർക്ക് കിട്ടിയ അവസരങ്ങൾ പലതുമല്ല എല്ലാം പാഴാക്കി കളയുന്ന അവസ്ഥയും ഉണ്ടായി. പിന്നെ റഫറിങ് വളരെ ഹൊറിബിളായിരുന്നു. ബാഴ്സ അടിച്ച ഗോൾ റോങ്ലി ഡിസലൗ ചെയ്തു. അവർക്ക് കൊടുക്കേണ്ട റെഡ് കാർഡ് കൊടുക്കാതെ പോയി. അപ്പോൾ എല്ലാം കൂടി ചേർന്നിട്ട് സംഭവിച്ച ഒരു പരാജയമാണ് എന്നതാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുക. അപ്പം ഹൻസി ഫ്ലിക്കിനോട് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചത്. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഇന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ കണ്ടു, ഞങ്ങൾ തിരികെ ബേസിക്സിലേക്ക് മടങ്ങി പോകേണ്ടതുണ്ട്, വീണ്ടും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. അത്ലറ്റിക്കോ പ്ലെയേഴ്സിന് കൂടുതൽ വില്ലുണ്ടായിരുന്നു, അവർ കൂടുതൽ ഇച്ഛാശക്തിയിലാണ് കളിച്ചത്, അവർക്ക് കൂടുതൽ ഹങ്കർ ഉണ്ടായിരുന്നു, ഗോളുകൾ കൂടുതൽ അടിക്കണമെന്ന ഹങ്കർ ഉണ്ടായിരുന്നു. എൻ്റെ ടീമിന് അതിന്ന് കാണാൻ പറ്റിയില്ല. ദിസ് ഈസ് വാട്ട് ഐ വാണ്ട് ഫ്രം മൈ ടീം. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ ഞങ്ങൾക്ക് ആ ഒരു ഇൻറ്റൻഷൻ കാണിക്കാൻ പറ്റിയില്ല എന്നുള്ളിടത്താണ് കളി പോയത് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു. ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് അദ്ദേഹം എടുത്ത് വിശദീകരിക്കുന്നുണ്ട്. വി ഡിഡ്ന്റ് പ്ലേ വെൽ ഇൻ ദി ഫസ്റ്റ് ഹാഫ്, വി ഡിഡ്ന്റ് പ്ലേ ലൈക്ക് എ ടീം. ഒരു ടീം എന്ന നിലയിൽ ഞങ്ങൾ കളിച്ചില്ല. തീർച്ചയായിട്ടും പ്ലെയേഴ്സിനിടയിലുള്ള ആ ഒരു സ്പേസ് വളരെ ഹൈ ആയിരുന്നു. ഞങ്ങൾക്ക് നല്ല രൂപത്തിൽ പ്രസ് ചെയ്യാനും പറ്റിയില്ല. വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു അത് എന്നുകൂടി ഹൻസി ഫ്ലിക്ക് വിശദീകരിക്കുന്നുണ്ട്. അതേസമയം തൻ്റെ ടീമിൻ്റെ കാര്യത്തിൽ താൻ അഭിമാനം കൊള്ളുന്നു എന്നും കൂടുതൽ മികച്ച പ്രകടനം വരാനിരിക്കുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നോക്കുക, ഇതൊരു പരാജയം, ഈ പരാജയം എന്ന് പറഞ്ഞാൽ 4 ഗോളിൻ്റെ പരാജയം ഹൻസി ഫ്ലിക്കിൻ്റെ കരിയറിലെ വേഴ്സ്റ്റ് ലോസാണിത്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ കരിയറിലെ വേഴ്സ്റ്റ് ലോസാണ്. 4 ഗോളിന് 10-21 കൊല്ലക്കാലമായിട്ട് അദ്ദേഹം 4th ഡിവിഷൻ ടീമിനെ കോച്ച് ചെയ്യിപ്പിച്ച ആ ഘട്ടത്തിന് ശേഷം പിന്നീട് ഒരിക്കലും അദ്ദേഹത്തിന് ഇത്ര വലിയ മാർജിനിലുള്ളൊരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല. ഏതായാലും തിരികെ വരും എന്ന പ്രതീക്ഷയിലാണ് ബാഴ്സ ആരാധകരും ഉള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.